2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് വീണ്ടും വലിയ വിവാദത്തിന് വഴിവെക്കുന്ന ഒരു രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹി പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ എഴുത്തുപരമായി അനുമതി നൽകിയിരുന്നുവെന്നാണ് പുതിയ ഡയറി എൻട്രി സൂചിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ വെളിപ്പെടുത്തൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്? 2020 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് പോലീസ് നടത്തിയ നടപടികളെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചോ, ആരാണ് അതിന് അനുമതി നൽകിയതെന്നായിരുന്നു പ്രധാന വിവാദങ്ങളിലൊന്ന്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ ഡയറി എൻട്രി പ്രകാരം അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അഥവാ DCP പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ എഴുത്തുപരമായ അനുമതി നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ രേഖയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടാക്കാൻ കാരണം മറ്റൊന്നാണ്. ഇതിനു മുമ്പ് പുറത്തു വന്ന രേഖകളിലും കോടതിയിലെ വാദങ്ങളിലുമെല്ലാം പെല്ലറ്റ് ഗൺ ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായ രേഖകൾ ഇല്ലെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന രണ്ടാമത്തെ ഡയറി എൻട്രി എഴുത്തുപരമായ അനുമതി ഉണ്ടായിരുന്നുവെന്ന സൂചന നൽകുന്നതായാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രേഖ പുറത്തു വന്നതോടെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇരകളെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും പുതിയ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ എന്ത് സാഹചര്യത്തിലായിരുന്നു അനുമതി നൽകിയതെന്നും അത് നിയമാനുസൃതമായിരുന്നോ എന്നും അവർ ചോദ്യം ചെയ്യുന്നു. ഇവിടെ പെല്ലറ്റ് ഗൺ എന്നത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പെല്ലറ്റ് ഗൺ സാധാരണ തോക്കല്ല, ചെറു ലോഹ പെല്ലറ്റുകൾ ഒരേ സമയം വെടിവെക്കുന്ന ആയുധമാണത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ചില സാഹചര്യങ്ങൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഇത്തരം ആയുധങ്ങൾ ഗുരുതരമായ ശാരീരിക പരിക്കുകൾക്കും കാഴ്ച നഷ്ടപ്പെടുന്നതിനും വരെ കാരണമാകാം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉപയോഗം ഏറെ വിവാദ വിഷയമാണ്. ഈ സാഹചര്യത്തിലാണ് ഡൽഹി കലാപകാലത്ത് ഇത് ഉപയോഗിച്ചോ എന്ന ചോദ്യം വീണ്ടും സജീവമാകുന്നത്. റിപ്പോർട്ട് പ്രകാരം പുതിയ ഡയറി എൻട്രി പോലീസ് രേഖകളുടെ ഭാഗമായാണ് പുറത്തു വന്നത്. ഇത് അന്വേഷണത്തിലും കോടതിയിലെ നടപടികളിലും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതേസമയം ഈ രേഖ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ നിയമപരമായ പ്രാധാന്യം സംബന്ധിച്ച അന്തിമ തീരുമാനം കോടതികളുടേതായിരിക്കും. രേഖയിലെ വിവരങ്ങൾ എങ്ങനെ വിലയിരുത്തണം, അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്നതും ബന്ധപ്പെട്ട നിയമ നടപടികളിലൂടെ മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ. ഈ സംഭവത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ട സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു? അനുമതി നൽകുന്നതിന് മുമ്പ് ആവശ്യമായ നിയമ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നു? ആ ആയുധത്തിന്റെ ഉപയോഗം മൂലം ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത്? മറുവശത്ത് പോലീസ് വാദിക്കാവുന്ന നിലപാട് ഇതാണ്: നിയമവും ക്രമവും പൂർണ്ണമായും തകർന്ന സാഹചര്യങ്ങളിൽ ജനങ്ങളുടെയും പോലീസിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ ലഭ്യമായ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരാം. അതിനാൽ ഓരോ നടപടിയും അന്നത്തെ സാഹചര്യം കൂടി പരിഗണിച്ചാണ് വിലയിരുത്തേണ്ടതെന്നാണ് അവരുടെ നിലപാട്. അതിനാൽ ഇപ്പോൾ ഈ കേസിൽ നിർണായകമാകുന്നത് പുതിയ ഡയറി എൻട്രിയുടെ വിശ്വാസ്യതയും അതിന്റെ നിയമപരമായ പ്രസക്തിയുമാണ്. ഈ രേഖ അന്വേഷണത്തിന്റെ ഗതി മാറ്റുമോ? കോടതിയിൽ പുതിയ തെളിവായി പരിഗണിക്കപ്പെടുമോ? അല്ലെങ്കിൽ ഇതിന് വേറൊരു വിശദീകരണമുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ഇനി ഉയരുന്നത്. ഇതിനുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കണമെങ്കിൽ അന്വേഷണ ഏജൻസികളും കോടതികളും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടി വരും.